തൃശൂർ പൂരം കലക്കിയതിലെ പ്രതിയായ ADGP MR അജിത് കുമാർ തന്നെ പൂരം കലക്കിയതിലെ കേസ് അന്വേഷിക്കുന്നത് കള്ളന് താക്കോൽ നൽകിയതുപോലെ വരാൻ പോകുന്ന റിപ്പോർട്ട് എന്താകുമെന്ന് ഊഹിക്കാനാകും. കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം CPIയും സുനിൽകുമാറും മുട്ടിലിഴയുകയാണ്. സുനിൽകുമാറിന്റെ പ്രതികരണം മുട്ടിലിഴയുന്നതുപോലെയായിരുന്നുവെന്നും TN പ്രതാപൻ പരിഹസിച്ചു. സേവാഭാരതി ആംബുലൻസ് പോലീസ് അകമ്പടിയോടെയാണ് എത്തിയത്. രോഗികളെ കൊണ്ടുപോകാൻ മാത്രം ഉപയോഗിക്കേണ്ട ആംബുലൻസ് ദുരുപയോഗപ്പെടുത്തിയത് പോലീസ് ചോദിക്കാത്തത് രാമസേതുവിന്റെ തെളിവെന്നും TN പ്രതാപൻ പറഞ്ഞു. ലൈഫ് മിഷൻ, എക്സാലോജിക്, ലാവ്ലിൻ കേസുകൾ ഒതുക്കി തീർക്കുന്നതിന്റെ പാരിതോഷികമായാണ് തൃശൂർ BJPക്ക് കൊടുത്തത്. പൂരം കലക്കിയതിൽ അന്വേഷണം നടന്നുവെന്നത് വ്യാജമാണ്. നടക്കുന്നുവെന്ന് വരുത്തി തീർക്കാനാണ് ദേവസ്വങ്ങളുടെ മൊഴിയെടുത്തത്. യഥാർത്ഥത്തിൽ ഒരു അന്വേഷണ റിപ്പോർട്ടുമില്ല. വിവരാവകാശത്തിൽ ശരിയായ മറുപടി കൊടുത്ത ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് കണ്ട ADGPയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടത്. അതായത് ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല, നടപടിയെടുക്കാൻ തയ്യാറായില്ല. RSS നേതാക്കന്മാരുമായി കണ്ടു എന്നുള്ളത് പരസ്യമായ സത്യം. CPI ഉൾപ്പെടെയുള്ള എല്ലാ ഘടകകക്ഷികളും പറയുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും മുന്നണി കൺവീനറും പരോക്ഷമായി സമ്മതിക്കുന്നു. എന്നിട്ടും അതിൻ്റെ പേരിൽ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് പോലും മാറ്റുന്നില്ല. ADGPയെ സസ്പെൻഡ് ചെയ്ത് ജുഡീഷ്യൽ അന്വേഷണം വേണം. ADGPയെ സസ്പെൻഡ് ചെയ്ത് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം വേണം. മുഖ്യമന്ത്രിയുടെ മാനസപുത്രനാണ് ADGP MR അജിത് കുമാർ എന്ന് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടെ തെളിഞ്ഞു എന്നും CPIയെ CPM ചതിക്കുന്നുവെന്നും TN പ്രതാപൻ ആരോപിച്ചു.